പാമ്പുകടി വിഷബാധയ്ക്ക് നമ്മുടെ ഏറ്റവും ഡെഫിനിറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ASV തന്നെയാണ്. പക്ഷേ ASVയുടെ കാര്യം എടുക്കുമ്പോൾ തന്നെയും കേരളത്തിൽ പ്രധാനമായിട്ടും 4 പാമ്പുകളാണ്, അല്ലെങ്കിൽ ബിഗ് ഫോഴ്സ് എന്ന് പറയുന്ന പാമ്പുകളാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷേ കേരളത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകത, ഇന്ത്യയിൽ മൊത്തമാണ് നമ്മൾ ബിഗ് ഫോർ എന്ന് പറയുന്നതെങ്കിലും കേരളത്തിൽ ഒരു 2 പാമ്പുകളും കൂടെ അഡീഷണലായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അത് മലബാർ പിറ്റ് വൈപ്പർ, ഹം നോസ്ഡ് വൈപ്പർ എന്നിങ്ങനെ 2 കാറ്റഗറി കൂടെയാണ്. നമ്മൾ നേരത്തെ ബിഗ് ഫോറിൽ ഉൾപ്പെടുന്ന ക്രൈറ്റ് അല്ലെങ്കിൽ ക്രൈറ്റ് വൈപ്പർ, അതുപോലെ കോബ്ര എന്നിങ്ങനെയുള്ള പാമ്പുകളെ കൂടാതെയാണ് ഞാൻ ഈ പറഞ്ഞ 2 പാമ്പുകളുള്ളത്. ഇതിൻ്റെ പ്രശ്നം, ഇവർക്ക് ഇതൊരു വെനമസ് പാമ്പാണെങ്കിലും, വിഷം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന പാമ്പാണെങ്കിലും ഇവർക്ക് ASV ഏക്കില്ല എന്നുള്ളതും നമുക്കൊരു ട്രീറ്റ്മെൻറ്റിലുള്ള ഒരു ചലഞ്ചാണ് പലപ്പോഴും. നോർത്തേൺ കേരളയിലാണ് കൂടുതലും ഈ കേസുകൾ കണ്ടുവരുന്നത്. ഇനി കേരളത്തിലെ പാമ്പുകടി 14 ജില്ലയിലും ഒരുപോലെ അല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നതും വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ബെൽറ്റിലും പിന്നെ അതിനുശേഷം ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ഏരിയയിലുമൊക്കെയാണ് കൂടുതൽ, കൊല്ലം കൂടെയൊക്കെയാണ് കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടാറുള്ളത്. ഇനി കേസുകളുടെ റിപ്പോർട്ടിങ്ങിലാണെങ്കിലും ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ലക്ഷണങ്ങൾ കൃത്യമായിട്ട് വരാത്തതുകൊണ്ട് ചിലപ്പോൾ ഇത് അൺനോൺ ബൈറ്റ് ആയിട്ടും ഒക്കെ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. എന്നിരുന്നാലും പാമ്പുകടി വിഷബാധയിൽ കുറച്ചുകൂടെ ഇത് 2017 മുമ്പൊക്കെ ആണെങ്കിൽ പലപ്പോഴും അത്ര പ്രാധാന്യത്തോടുകൂടി നമ്മൾ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമായിരുന്നില്ല. പക്ഷേ ഇതിനെ ഒരു നെഗ്ലക്റ്റഡ് ട്രോപ്പിക്കൽ ഡിസീസ് എന്ന് പറയുന്ന പട്ടികയിലേക്ക് വീണ്ടും ഉൾപ്പെടുത്തുകയും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പാമ്പുകടി വിഷബാധയ്ക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ വളരെ ഊർജിതമായിട്ട് നടക്കുന്നുണ്ട്. അത് ആരോഗ്യവകുപ്പിൻ്റെ മാത്രമല്ല, വനം വകുപ്പും മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് ഒക്കെ കോർഡിനേറ്റഡ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഒരു ഏകാരോഗ്യ സമീപനത്തിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടുന്ന, അല്ലെങ്കിൽ മരണ നിരക്ക് കുറച്ചു കൊണ്ടുവരേണ്ടുന്ന ഒരു ഏരിയയാണ് പാമ്പുകടി വിഷബാധ. അപ്പോൾ അതിന് ഊർജം പകരുന്ന രീതിയിൽ കേരളത്തിൽ പാമ്പുകടിയെ ഒരു നോട്ടിഫയബിൾ ഡിസീസായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നോട്ടിഫയബിൾ ഡിസീസ് എന്ന് വെച്ചാൽ ഇത്തരത്തിലൊരു കേസ് വരികയാണെങ്കിൽ, അതിപ്പോൾ പാമ്പുകടി ഏറ്റതാണ് എന്ന് ഉറപ്പുള്ളൊരു കേസാണെങ്കിൽ നിർബന്ധമായിട്ടും നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ അറിയിച്ചിരിക്കണം. ആരോഗ്യ സംവിധാനത്തെ നമ്മൾ സാധാരണയായി ഇത്തരം പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യുന്നത് IDSP, IHIP പ്ലാറ്റ്ഫോം വഴിയാണ്.